ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് റവയാണ്. ഞാനത് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ മുഴുവനായിട്ട് നമ്മൾ 1 കപ്പ് ഒഴിക്കേണ്ട. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. റവ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശക്കൊക്കെ മാവ് അരച്ചൊക്കെ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് ടൈറ്റായിട്ടല്ലത്, ഒരുപാട് ടൈറ്റല്ല വേണ്ട, എന്നാൽ ഒത്തിരി ലൂസും അല്ല. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇത്രയും കൂടി കുറവ് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്തപ്പോൾ. ഞാനപ്പോൾ ഇത്രയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ പിന്നെ അപ്പക്കാരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം പൊള്ളച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. 2 സൈഡും നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട സിറക്കയൊക്കെ പോലെ ഉണ്ടല്ലോ, ഏകദേശം അതുപോലെയാണ് കാണാനുണ്ടാവുക. പക്ഷെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നല്ല രസമാണ് കഴിക്കാൻ. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചായയുടെ കൂടെ ചുമ്മാ കഴിക്കാനും നല്ലതാണ്. നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.